Hello students, it's me Joyce Abraham. Welcome to Maths Learning Hub. ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുവാണ്. ചാപ്റ്ററിൻ്റെ പേര് പോളിനോമിയൽസ്. 9th-ലും സെക്കൻഡ് ചാപ്റ്റർ പോളിനോമിയൽസ് തന്നെയായിരുന്നു. അവിടെ ഓൾറെഡി നിങ്ങൾ പോളിനോമിയൽസ് എന്താണെന്നും സീറോസ് ഓഫ് ദ പോളിനോമിയൽ, ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ, റിമൈൻഡർ തിയറം, ഫാക്ടർ തിയറം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ 9th നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഡിഗ്രീനെ ബേസ് ചെയ്തിട്ട് ഓരോ പോളിനോമിയലിനെ എങ്ങനെയാണ് നെയിം ചെയ്തിരിക്കുന്നതെന്നൊക്കെയാണ് ആദ്യം പറയുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ ഞാൻ കുറച്ച് പോളിനോമിയൽസ് എഴുതിയിട്ടുണ്ട്. അപ്പം പോളിനോമിയൽസിന് നമ്മൾ ജനറലി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പി ഓഫ് എക്സ്, ജി ഓഫ് എക്സ്, ഏത് വേരിയബിളിലാണോ നമ്മൾ എഴുതിയേക്കുന്നത് അതായിരിക്കും ഈ ബ്രാക്കറ്റിൽ എഴുതിയേക്കുന്ന എക്സ് മീൻ ചെയ്യുന്നത്. ഇപ്പം ഞാനെല്ലാം പോളിനോമിയലിന് എക്സ് ആണ് ഇവിടെ 3 ഞാൻ എക്സാമ്പിൾ എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റത്തെ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 4x+2. രണ്ടാമത്തെ പോളിനോമിയൽ 2x² - 3x+4. അടുത്തത് P of x equal to 5x³ - 4x² + x - √2. ഇതുപോലുള്ള എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അവിടെ എക്സിൻ്റെ പവർ എത്രയാണ്? 1 ആണ്. സോ ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? 1 ആയിരിക്കും. സെക്കൻഡ് എക്സാമ്പിളിൻ്റെ അകത്ത് ഇവിടെ എക്സിൻ്റെ ഹയസ്റ്റ് ഡിഗ്രി ഏതാ? എക്സിൻ്റെ ഡിഗ്രി ഇവിടെ 2 വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഹയസ്റ്റ് ഡിഗ്രി ഏതാ? 2 ആണ്. അപ്പോൾ ആ പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് എന്താ? 2 ആയിരിക്കും. തേർഡ് എക്സാമ്പിളിൽ എക്സിൻ്റെ പവേഴ്സ് വരുന്നത് 3, 2, 1. പിന്നെ ഇവിടെ വേണേൽ √x × x⁻⁴ എന്ന് നമുക്ക് എഴുതാം. പക്ഷേ ഇവിടെ ഹയസ്റ്റ് പവർ ഏതാ വരുന്നത്? 3 ആണ്. അപ്പം ആ പോളിനോമിയൽ ഡിഗ്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? 3. അപ്പോൾ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താ? ദ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ പി ഓഫ് എക്സ് ഈസ് ദ ഹയസ്റ്റ് പവർ ഓഫ് എക്സ് ഇൻ പി ഓഫ് എക്സ്. തന്നിരിക്കുന്ന പോളിനോമിയലിൻ്റെ അകത്തെ, ഇപ്പോൾ പോളിനോമിയലിന് എക്സ് ആണെങ്കിൽ എക്സിൻ്റെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. എപ്പോഴും എക്സിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യണമെന്നില്ല. അത് വൈയിലാണെങ്കിൽ പി ഓഫ് വൈ എന്ന് നമ്മൾ കൊടുക്കും. അതിന് എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ ഇപ്പോൾ പി ഓഫ് വൈ, പോളിനോമിയലിന് വൈ എന്നുള്ളതാണ് പി ഓഫ് വൈ മീൻ ചെയ്യുന്നത്. അതിന് വേണം എനിക്ക് y+3 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ പി ഓഫ് വൈക്ക് വേറൊരു എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ 3y² + 2y മാത്രം എഴുതാം. 3y² + 2y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഡിഗ്രി എത്രയാണ്? ഇവിടെ 2. പി ഓഫ് വൈ എന്ന് പറയുന്ന y+3 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി എത്രയാണ്? 1. അപ്പം തന്നിരിക്കുന്ന പോളിനോമിയൽ ഇൻ വേരിയബിൾ എക്സോ വൈയോ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ അകത്ത് ഏറ്റവും എക്സിൻ്റെ ഹയസ്റ്റ് പവറിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. പിന്നെ വേറെ 1-2 ഞാൻ എക്സാമ്പിൾസ് എഴുതാം. അത് പോളിനോമിയൽ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ പറയണം. പി ഓഫ് എക്സ് ഈക്വൽ ടു √x+3. ഇത് പോളിനോമിയൽ ആണോ അല്ലയോ? √x+3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ പോളിനോമിയൽ. ഇത് പോളിനോമിയൽ അല്ല. അതിൻ്റെ റീസൺ എന്തായിരിക്കും? നോട്ട് എ പോളിനോമിയൽ. പോളിനോമിയൽ ആവണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സിൻ്റെ പവേഴ്സ് എപ്പോഴും നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിരിക്കണം. അതായത് പോളിനോമിയലിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്തുകൊണ്ടാണ് പോളിനോമിയൽ അല്ല എന്നുള്ളത് ക്ലിയർ ആവും. പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പോളിനോമിയൽ ഈസ് ആൻ എക്സ്പ്രഷൻ കൺസിസ്റ്റിംഗ് ഓഫ് വേരിയബിൾസ് ആൻഡ് കോഎഫിഷ്യൻസ് ദാറ്റ് ഇൻവോൾവ്സ് ഓൺലി the operations of addition, subtraction, multiplication and non-negative integer exponents of variables. അപ്പോൾ ഇവിടെ എന്തിനാ ആ ഇക്വേഷൻ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷനിൽ ഏതാ സാറ്റിസ്ഫൈ ചെയ്യാത്തത്? ഇവിടെ ഈ എക്സിൻ്റെ പവർ നോൺ നെഗറ്റീവ് ഇൻറ്റിജർ എക്സ്പോണൻസ് അല്ല. കാരണം എന്താ? ഈ √x എന്ന് പറഞ്ഞാൽ അതിനെ വേറൊരു രീതിയിൽ നമുക്ക് എക്സ്പോണൻറ്റ് ഫോമിൽ എങ്ങനെ എഴുതാം? x⁻1/2 + 3 എന്ന് എഴുതാം. ഇപ്പോൾ നോക്കി, ഇവിടെ എക്സിൻ്റെ പവർ എന്തല്ല? ഇൻറ്റിജർ അല്ല. അതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ഞാൻ എഴുതാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 1/x - 2. ഇതും പോളിനോമിയൽ അല്ല. ഇറ്റ്സ് നോട്ട് എ പോളിനോമിയൽ. ഇവിടെ എന്തുകൊണ്ട് അത് പോളിനോമിയൽ അല്ലെന്ന് പറയുന്നത്? ഈ 1/x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എക്സ്പൊണൻഷ്യൽ ഫോമിൽ നമ്മൾ എഴുതുമ്പോൾ x⁻1 - 2 എന്ന് എഴുതാം അല്ലേ? 1/x എന്ന് പറഞ്ഞാൽ x⁻1 - ആണ്. അപ്പോൾ ഇവിടെ നോക്കി, എക്സിൻ്റെ പവർ എന്താ? നോൺ നെഗറ്റീവ് ഇൻറ്റിജർ അല്ല. അപ്പോൾ ഇതും എന്തല്ല? ഇറ്റ്സ് നോട്ട് എ പോളിനോമിയൽ. പോളിനോമിയൽ ആവണമെങ്കിൽ അതൊരു എക്സ്പ്രഷൻ which consists of only variables and coefficients. ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ്, ഈ 4 എന്നൊക്കെ പറയുന്നതിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. അങ്ങനെ ഒരു ഓൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് ഇത് വന്നിരിക്കുന്നത്. ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? അഡീഷൻ, സബ്ട്രാക്ഷൻ, അല്ലെങ്കിൽ 2 × x² എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. അതുപോലെ തന്നെ എക്സിൻ്റെ പവേഴ്സ് ഒക്കെ നോൺ നെഗറ്റീവ് ഇൻറ്റിജേഴ്സും ആയിരിക്കണം. അങ്ങനെയുള്ള ഓൾജിബ്രൈക് എക്സ്പ്രഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എ പോളിനോമിയൽ. അപ്പം പോളിനോമിയൽ അല്ലാത്തതിന് എക്സാമ്പിൾസ് എഴുതിയത് ക്ലിയർ ആയി കാണുമല്ലോ. ഇതൊക്കെ 9th-ലും 8th-ലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പോളിനോമിയൽസ് ആണോ അല്ലയോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ളത് പഴയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി വേറൊരു പോളിനോമിയൽ ഞാൻ എഴുതാം. ലെറ്റ് ജി എന്നുള്ള വേരിയബിൾ വെച്ചിട്ട് എഴുതാം. ജി ഓഫ് എക്സ് ഈക്വൽ ടു 2. ഇത് പോളിനോമിയൽ ആണോ? പോളിനോമിയൽ ആവണമെന്നുണ്ടെങ്കിൽ ആ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇത് പോളിനോമിയലാണ്. കാരണം എന്താ? 2 എന്ന് പറയുന്നത് അവിടുത്തെ ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വേണേൽ 2 × x⁻0 എന്ന് എഴുതാം അല്ലേ? x⁻0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ?
1 ആണ്. എക്സ് റേസ് ടു എനി നമ്പർ റേസ് ടു 0 വന്നു കഴിഞ്ഞാൽ അവിടെ ആൻസർ 1 ആണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ടു 0 എന്ന് എനിക്ക് വേണമെങ്കിൽ 2നെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് പോളിനോമിയലിൻ്റെ ഡെഫിനിഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം എന്താ, എക്സിന് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ വരണമെന്നുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ 0 എന്ന് പറയുന്നത് നോൺ നെഗറ്റീവ് ഇൻറ്റിജർ ആണ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് റേസ് ടു 0 എന്ന് നമുക്ക് ഇതിനെ എഴുതാവുന്നതുകൊണ്ട് ഇതും എന്താണ്, പോളിനോമിയലാണ്. ഈ പോളിനോമിയൽ പറയുന്നത് കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. അതായത് ഇപ്പോൾ ജി ഓഫ് എക്സ് ഈക്വൽ ടു 2 അല്ലെങ്കിൽ പി ഓഫ് വൈ ഈക്വൽ ടു 1/2 ഇങ്ങനെയൊക്കെ മാത്രം എഴുതി കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റൻറ്റ് റിയൽ നമ്പർ മാത്രം വന്നു കഴിഞ്ഞാലും അത് പോളിനോമിയലാണ്. ആ പോളിനോമിയൽ പറയുന്ന പേരാണ് എന്ത്, കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. ഇനി ഈ ഓരോ ഡിഗ്രീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ പോളിനോമിയലിന് ഓരോ പേര് കൊടുക്കുന്നുണ്ട്. അതിന് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ നേരത്തെ എഴുതിയ സെയിം എക്സാമ്പിൾസ് തന്നെയാണ് എഴുതിയേക്കുന്നത്. ഇനിയിപ്പോൾ അതിൻ്റെ ഡിഗ്രിയും അതിൻ്റെ കറസ്പോണ്ടിങ് നെയിമും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ക്ലിയർലി ഫസ്റ്റ് ഞാൻ എഴുതിയേക്കുന്ന പോളിനോമിയൽ എന്ത് പോളിനോമിയൽ, അതിൻ്റെ ഡിഗ്രി എന്താണ്, ഇവിടെ എക്സിൻ്റെ ഡിഗ്രി 1 ആണ്, പവർ 1 ആണ്. അപ്പോൾ സോ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് 1 തന്നെ. അതിൻ്റെ പേര് ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ. ഇപ്പോൾ ഡിഗ്രി 1 ആയിട്ടുള്ള പോളിനോമിയലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലീനിയർ പോളിനോമിയൽ. ഇനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയാലോ. 2x² - 3x + 4. ഇതിൽ എക്സിൻ്റെ ഹയസ്റ്റ് പവർ നോക്കിക്കഴിഞ്ഞാൽ 2 ആണ്. സോ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് 2 ആണ്. ഇനി ഡിഗ്രി 2 ആയിട്ട് വരുന്ന പോളിനോമിയലിനെ നമ്മൾ പറയുന്നതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ദെൻ തേർഡ് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ 5x³ - 4x² + x - √2. അവിടെ ഡിഗ്രി ഹയസ്റ്റ് പവർ ഏതാണ് വന്നേക്കുന്നത്, 3 ആണ്. സോ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് 3 വരും. അതിനെ പറയുന്നത് ക്യൂബിക് പോളിനോമിയൽ. ക്യൂബിക് പോളിനോമിയൽ. ഇനി ലാസ്റ്റ് ഫോർത്ത് എക്സാമ്പിൾ ഞാൻ എഴുതിയേക്കുന്നത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ടേം മാത്രം, അല്ലെങ്കിൽ 2 ഇൻറ്റു എക്സ് റേസ് ടു 0 എന്ന് നമുക്കതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അതിൻ്റെ ഡിഗ്രി എന്താണ്, 0. അതിനെ പറയുന്ന പേരാണ് കോൺസ്റ്റന്റ് പോളിനോമിയൽ. കോൺസ്റ്റന്റ് പോളിനോമിയൽ. അപ്പോൾ നമുക്ക് ഓരോ പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം പോളിനോമിയൽ ആണോ അല്ലയോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ മനസ്സിലായി. അതുപോലെ തന്നെ അതിൻ്റെ ഹയസ്റ്റ് പവർ നോക്കിയിട്ട് അതിൻ്റെ ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ പറയാൻ നമുക്ക് പറ്റും. അതുപോലെ ആ ഡിഗ്രീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഓരോ പോളിനോമിയലിൻ്റെ നെയിം ഉണ്ട്. ഡിഗ്രി 1 ആണെങ്കിൽ അതിനെ പറയുന്ന ലീനിയർ പോളിനോമിയൽ, 2 ഡിഗ്രി ആയിട്ട് വരുന്ന പോളിനോമിയലിനെ പറയുന്ന ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, 3 ഡിഗ്രി ആയിട്ട് വരുന്ന പോളിനോമിയലിനെ പറയുന്ന ക്യൂബിക് പോളിനോമിയൽ. ഇനി ഡിഗ്രി 0 ആണെങ്കിൽ അതിനെ കോൺസ്റ്റന്റ് പോളിനോമിയൽ എന്ന് പറയും. ഇനി നമുക്ക് ഈ ഓരോ പോളിനോമിയലിനെയും ജനറൽ ആയിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ. ലീനിയർ പോളിനോമിയൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നതിന് എനിക്ക് ജനറൽ ആയിട്ട് എങ്ങനെ എടുക്കാം, ax + b. ax + b എന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഡിഗ്രി 1 ആണ്. അതുകൊണ്ടാണ് അതിനെ ലീനിയർ പോളിനോമിയൽ നമ്മൾ പറയുന്നത്. ജനറലായിട്ട് എയും ബിയും ഒക്കെ പറയുന്നത് എന്താ, റിയൽ നമ്പേഴ്സ്. വേറെ എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് ഏത് വേണേലും എക്കും ബിക്കും എടുക്കാം. ലൈക്ക് √2, √3 അല്ലെങ്കിൽ എന്താ 1/2 -1/3 അങ്ങനെ ഏത് റിയൽ നമ്പേഴ്സ് വേണേലും എക്കും ബിക്കും എടുക്കാം. ബട്ട് എ നോട്ട് ഈക്വൽ ടു 0. എന്തുകൊണ്ടാണ്, എ 0 ആയിക്കഴിഞ്ഞാൽ എന്ത് പറ്റും, ഇവിടെ എ 0 ആയിക്കഴിഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു, അതായത് ഇഫ് എ ഈക്വൽ ടു 0 പി ഓഫ് എക്സ് എന്തായിട്ട് വരും, എ ഇൻറ്റു 0 + ബി, അല്ലെങ്കിൽ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ബി എന്ന് വരും അല്ലേ. അത് ലീനിയർ പോളിനോമിയൽ ആണോ, അല്ല, അത് ഒരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ്. ഇപ്പോൾ ലീനിയർ പോളിനോമിയൽ എന്ന് പറയുമ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് + ബിക്കകത്ത് എക്കും ബിക്കും ഏത് റിയൽ നമ്പർ കൊടുക്കാം, ബട്ട് എ നോട്ട് ഈക്വൽ ടു 0. എ 0 ആയി കഴിഞ്ഞാൽ അതൊരു കോൺസ്റ്റന്റ് പോളിനോമിയൽ ആയിട്ട് മാറും. ഇനി 1-2 എക്സാമ്പിൾസും കൂടെ നമുക്ക് നോക്കാം. പി ഓഫ് എക്സ് ഈക്വൽ ടു 5x - 2. ഇതൊരു ലീനിയർ പോളിനോമിയൽ ആണ് അല്ലേ. വാട്ട് ഈസ് പി ഓഫ് 1? എന്താ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ, എക്സിൻ്റെ പ്ലേസിൽ ഈ 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇതിൻ്റെ വാല്യൂ, അതാണ് പി ഓഫ് 1. അതായത് എക്സിനെ 1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ എന്ത് വരും, പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 5 × 1 - 2, അല്ലെങ്കിൽ 5 × 1 5 - 2 ദറ്റ് ഈസ് 3. നോക്കി, പോളിനോമിയൽ അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 1 നമുക്ക് 3 എന്ന് കിട്ടി. അല്ലെങ്കിൽ വാട്ട് ഈസ് പി ഓഫ് 2? 2 കൊടുത്തു കഴിഞ്ഞാലോ 5 × 2 - 2, അല്ലെങ്കിൽ 5 × 2 10, 10 - 2 ദറ്റ് ഈസ് 8. അല്ലെങ്കിൽ പി ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 2, പി ഓഫ് എക്സിൻ്റെ വാല്യൂ അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് നമുക്ക് 8 എന്ന് കിട്ടി. അടുത്തത് ഇനി പി ഓഫ് 2/5, അതായത് പി ഓഫ് എക്സ് അറ്റ് എക്സ് ഈക്വൽ ടു 2/5. ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുക, 2/5 കൊടുക്കുക. അപ്പോൾ 5 × 2/5 - 2, ഇവിടെ 5ഉം 5ഉം ക്യാൻസൽ ആവും. ദെൻ
2 മൈനസ് 2 എന്ന് പറയുമ്പോൾ എത്ര ആൻസർ നമുക്ക് കിട്ടുന്നത്? 0. അപ്പോൾ നോക്കിയേ പി ഓഫ് 2/5 എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. അതായത് ഇപ്പോൾ നമ്മുടെ കിട്ടിയേക്കുന്നത് നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഈക്വൽ ടു 2/5. എക്സിൻ്റെ പ്ലേസിൽ 2/5 കൊടുത്തപ്പോൾ നമുക്ക് ആ പോളിനോമിയലിൻ്റെ വാല്യൂ തന്നെ നമുക്ക് 0 ആയിട്ട് കിട്ടി. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 2/5നെ പറയുന്ന പേരാണ് സീറോ ഓഫ് ദ പോളിനോമിയൽ. ഈസ് ദ സീറോ ഓഫ് ദ പോളിനോമിയൽ. ഇതും 9th സീറോ ഓഫ് ദ പോളിനോമിയലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? നമ്മൾ എക്സിന് പല പല വാല്യൂസ് കൊടുത്തപ്പോഴേക്കും 2/5 കൊടുത്തപ്പോൾ നമുക്ക് 0 എന്ന് കിട്ടി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2/5ന് സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയും. ഇതല്ലാതെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? അതായത് തന്നിരിക്കുന്ന പോളിനോമിയൽ ഏതായിരുന്നു? പി ഓഫ് എക്സ് ഈക്വൽ ടു 5x മൈനസ് 2. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഇക്വേറ്റ് ചെയ്യുക. പി ഓഫ് എക്സ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് 0 ഇക്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 5x മൈനസ് 2 ഈക്വൽ ടു 0. ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ എക്സിൻ്റെ വാല്യൂ എന്താ കിട്ടുന്നത്? 5x ഈക്വൽ ടു 2 ഓർ എക്സ് ഇസ് ഈക്വൽ ടു 2/5. നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്ന പോളിനോമിയലിനെ 0 ഇക്വേറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ എക്സിൻ്റെ വാല്യൂ എന്താ? 2/5. ആദ്യം ഞാൻ എന്താ ചെയ്തത്? ആദ്യം ഞാൻ പി ഓഫ് 1, പി ഓഫ് 2, പി ഓഫ് 2/5 അങ്ങനെ പല പല വാല്യൂസ് കൊടുത്തപ്പോഴേക്കും 2/5 കൊടുത്തപ്പോൾ എനിക്ക് 0 കിട്ടി. അപ്പോൾ പറഞ്ഞു 2/5 എന്ന് പറയുന്നത് സീറോ ഓഫ് ദ പോളിനോമിയൽ. അങ്ങനെയല്ല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ കണ്ടുപിടിക്കുകയല്ല ചെയ്യേണ്ടത്. ഒരു പോളിനോമിയലിൻ്റെ 0 കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഗിവൺ പോളിനോമിയലിനെ 0 ഇക്വേറ്റ് ചെയ്യുക. ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ ഏതാണോ അതാണ് ആ പോളിനോമിയലിൻ്റെ 0 എന്ന് പറയുന്നത്. അടുത്ത വേറൊരു എക്സാമ്പിൾ ഞാൻ കൺസിഡർ ചെയ്തു. അതൊരു ലീനിയർ പോളിനോമിയലാണ്. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 1/2. അപ്പോൾ ഇവിടെ നമുക്ക് എക്സിൻ്റെ പ്ലേസിൽ എന്ത് കൊടുക്കുമ്പോഴാണോ നമുക്ക് ഇതിൻ്റെ വാല്യൂ 0 വരുന്നത് അതാണ് നമ്മൾ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? സീറോ ഓഫ് ദ പോളിനോമിയൽ കണ്ടുപിടിക്കാനായിട്ട് ഗിവൺ പോളിനോമിയൽ ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എക്സ് മൈനസ് 1/2 ഈക്വൽ ടു 0. അല്ലെങ്കിൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? നമുക്ക് 1/2. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 1/2 കിട്ടും. ഇവിടെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ അറിയാം. എക്സിന് 1/2 കൊടുക്കുമ്പോൾ 1/2 മൈനസ് 1/2 0 എന്ന് കിട്ടും. അപ്പോൾ ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ നമ്മളതിനെ ജനറലായിട്ട് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്തത്? എ എക്സ് പ്ലസ് ബി വേർ എ നോട്ട് ഈക്വൽ ടു 0 അല്ലേ? എ ആൻഡ് ബി ആർ റിയൽ നമ്പേഴ്സ് ബട്ട് എ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇങ്ങനെ ഒരു ലീനിയർ പോളിനോമിയൽ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്? പി ഓഫ് എക്സ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു 0. അല്ലെങ്കിൽ എ എക്സ് ഈക്വൽ ടു പ്ലസ് ബി റൈറ്റ് സൈഡിൽ പോകുമ്പോൾ മൈനസ് ബി ഓർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അപ്പം ഒരു ലീനിയർ പോളിനോമിയലിൻ്റെ 0 എപ്പോഴും എന്തായിരിക്കും? സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ. അടുത്തതാണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ ജനറലായിട്ട് എഴുതാം? ഡിഗ്രി 2 ആയിട്ട് വരുന്ന പോളിനോമിയലാണ് നമ്മൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. അതിൻ്റെ ജനറൽ ഫോം നമുക്ക് ഇങ്ങനെ എഴുതാം: ax square plus bx plus c where a, b and c are real numbers but a not equal to 0. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കണ്ടീഷൻ പറയുന്നത്? ഇവിടെ a 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും? p of x equal to bx plus c എന്നാവും. അതപ്പോൾ എന്താവും? ലീനിയർ പോളിനോമിയൽ ആവും. രണ്ട് എക്സാമ്പിൾസ് എഴുതാം നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന്. p of x equal to x square plus 2x plus 1. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. വാട്ട് ഈസ് പി ഓഫ് 1? എക്സിൻ്റെ പ്ലേസിൽ 1 വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1 പ്ലസ് 1 അല്ലെങ്കിൽ എന്ത് വരും? 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 2 പ്ലസ് 1 ദറ്റ് ഈസ് 1 പ്ലസ് 2 3 3 പ്ലസ് 1 4. ഇതുപോലെ പി ഓഫ് 2, പി ഓഫ് 3, പി ഓഫ് 10 അങ്ങനെ എക്സിന് ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഓഫ് എക്സിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടും. വേറൊരു എക്സാമ്പിൾ എഴുതാം ഞാൻ. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഇപ്പോൾ ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ഡിഗ്രി 2 ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ 0 കണ്ടുപിടിക്കാനായിട്ടാണെങ്കിലോ? നേരത്തെ നമ്മൾ ലീനിയർ പോളിനോമിയലിൻ്റെ 0 കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്തത്? ലെറ്റ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഈ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെയും സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണോ നമുക്ക് ഈ പോളിനോമിയലിൻ്റെ വാല്യൂ 0 ആയിട്ട് കിട്ടുന്നത് ആ എക്സിൻ്റെ വാല്യൂവിനെയാണ് സീറോ ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ വന്നാലും 0 കണ്ടുപിടിക്കാനായിട്ട് പുട്ട് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? സ്പ്ലിറ്റ് ഇൻ ദ മിഡിൽ ടേം വെച്ചിട്ട് നമ്മൾ സോൾവ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് മിഡിൽ ടേം 5, അതായത് സം വരുന്നത് സം ഈക്വൽ ടു 5ഉം പ്രോഡക്റ്റ് ഈക്വൽ ടു 6ഉം വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കും. സം 5ഉം പ്രോഡക്റ്റ് 6ഉം വരണമെങ്കിൽ 2ഉം 3ഉം മതിയല്ലോ. 2 പ്ലസ് 3 ചെയ്യുമ്പോൾ 5ഉം കിട്ടും. 2 ഇൻറ്റു 3 ചെയ്യുമ്പോൾ നമുക്ക് 6ഉം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈ 5xനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം.
അതായത് എക്സ് സ്ക്വയർ മൈനസ് 5x പകരം ഞാൻ എന്ത് എഴുതുക 2x മൈനസ് 3x അല്ലേ 2x മൈനസ് 3x വരുമ്പോൾ മൈനസ് 5x വരും അതുപോലെ പ്ലസ് 6 അങ്ങനെ തന്നെ എഴുതുക ഈക്വൽ ടു 0 ഈ ഫസ്റ്റ് 2 ടേംസിൻ്റെ അകത്തുനിന്ന് എക്സ് കോമൺ എടുത്താൽ എന്താ വരുന്നത് എക്സ് മൈനസ് 2 ഈ രണ്ട് ടേമിൻ്റെ അകത്തുനിന്നും നമുക്ക് മൈനസ് 3 കോമൺ എടുക്കാം അല്ലേ 3യും ഇവിടെ 6 ആയതുകൊണ്ട് നമുക്ക് മൈനസ് 3 കോമൺ എടുത്തു പിന്നെ ബ്രാക്കറ്റിൽ വരുന്ന എക്സ് മൈനസ് 2 തന്നെ കണ്ടോ ഇങ്ങനെ ഒരേപോലെ ടേം ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കോമൺ എടുക്കുന്നത് ഇതിനെ നമുക്ക് പിന്നെ എങ്ങനെ എഴുതാം എക്സ് മൈനസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 വിച്ച് മീൻസ് ദാറ്റ് ഇതിൻ്റെ പ്രോഡക്റ്റ് 0 ആണെന്നുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ എക്സ് മൈനസ് 3 0 ആവണം അല്ലെങ്കിൽ എക്സ് മൈനസ് 2 0 ആണോ അല്ലേ അപ്പോൾ ഇതിനെ നമുക്കൊന്ന് എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എക്സ് മൈനസ് 3 ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 2 ഈക്വൽ ടു 0 അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഈക്വൽ ടു 3 ഓർ എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നും കിട്ടും ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തപ്പോൾ എക്സ് ഈക്വൽ ടു 3 എന്നും കിട്ടി എക്സ് ഈക്വൽ ടു 2 എന്നും കിട്ടി എന്താ ഇതിൻ്റെ മീനിങ് ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കി എത്ര സീറോസ് വന്നു പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് വാല്യൂസ് കിട്ടി 3 ആൻഡ് 2 ഇതെന്ന് പറയുന്നതാണ് എന്ത് ഈ പോളിനോമിയലിൻ്റെ സീറോസ് അപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയലായപ്പോൾ അതിന് എത്ര സീറോസ് വന്നു രണ്ടെണ്ണം മാക്സിമം രണ്ടെണ്ണേ വരുള്ളൂ ചിലപ്പം അത് രണ്ട് സെയിം ആയിട്ടും വരാം കേട്ടോ പക്ഷേ ലീനിയർ പോളിനോമിയൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു ഒരു 0 ആയിരുന്നു അപ്പോൾ ലീനിയർ പോളിനോമിയൽ ആയിരുന്നപ്പോൾ ഒരു 0 കിട്ടി ഇവിടെ ഇപ്പോൾ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ചെയ്തപ്പോൾ നമുക്ക് രണ്ട് സീറോസ് വന്നു അതായത് ഈ സീറോസ് നമ്പർ ഓഫ് സീറോസും ഡിഗ്രിയും തമ്മിൽ കണക്റ്റഡാണ് അതായത് ഒരു ലീനിയർ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഗ്രി 1 ആണ് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അപ്പോൾ നമുക്ക് only 1 0 അതുപോലെ ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി 2 ആണ് അപ്പോൾ നമുക്ക് മാക്സിമം 2 zeros വരെ വരാം അറ്റ്മോസ്റ്റ് 2 zeros വരെ വരാം അടുത്തത് ക്യൂബിക് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഗ്രി 3 ആയിട്ട് വരുന്ന പോളിനോമിയലെ നമ്മൾ ക്യൂബിക് പോളിനോമിയൽ എന്ന് പറയുന്നത് അതിൻ്റെ ജനറൽ ഫോം എഴുതി കഴിഞ്ഞാൽ എ എക്സ് ക്യൂബ് പ്ലസ് ബി എക്സ് സ്ക്വയർ പ്ലസ് സി എക്സ് പ്ലസ് ഡി where a, b, c and d are real numbers and ഇവിടെ എന്താണ് 0 ആവാൻ പാടില്ലാത്തത് and a not equal to 0 a 0 ആയി കഴിഞ്ഞാൽ ഇതൊരു ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ആയിട്ട് മാറും അതുകൊണ്ട് നമ്മൾ a not equal to 0 ഇതിന് എക്സാമ്പിൾസ് എഴുതിയാലോ p of x equal to 2x cube plus 3x square plus x plus 1 അല്ലെങ്കിൽ ഇപ്പോൾ എക്സ് ക്യൂബ് എന്ന് മാത്രം എഴുതി കഴിഞ്ഞാലും അതെന്താ ക്വാഡ്രാറ്റിക് ക്യൂബിക് പോളിനോമിയല അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 1 എന്ന് എഴുതി കഴിഞ്ഞാലും ക്യൂബിക് പോളിനോമിയൽ അതായത് ഇവിടെ ഹയസ്റ്റ് ഡിഗ്രി എത്ര വരണമെന്നുണ്ടെന്നേ ഉള്ളൂ അത് ഒരു ടേം മാത്രമാണേലും 2 ടേംസ് ഉണ്ടെങ്കിലും എല്ലാം അത് ക്യൂബിക് പോളിനോമിയൽ തന്നെ എക്സാമ്പിളാണ് ഇനി ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഈ പോളിനോമിയലിൻ്റെ പി ഓഫ് 1 എന്ന് പറയുന്നത് എക്സിൻ്റെ പ്ലേസിൽ 1 കൊടുത്താൽ മതി ഇവിടെ പി ഓഫ് 2 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ പ്ലേസിൽ 2 കൊടുക്കുക അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് പി ഓഫ് എക്സിനെ 0 ഇക്വേറ്റ് ചെയ്യുക കറസ്പോണ്ടിങ് എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക ഇവിടെ നമുക്ക് മാക്സിമം എക്സിന് എത്ര വാല്യൂസ് കിട്ടും ഇവിടെ ഡിഗ്രി 3 ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് അറ്റ്മോസ്റ്റ് 3 സീറോസും ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്നുള്ള പോളിനോമിയൽ ഞാൻ കൺസിഡർ ചെയ്തു അപ്പോൾ ഇതിൻ്റെ സീറോസ് കണ്ടുപിടിക്കാനായിട്ട് പി ഓഫ് എക്സിനെ നമ്മൾ 0 ഇക്വേറ്റ് ചെയ്തു വിച്ച് ഇംപ്ലൈസ് എക്സ് ക്യൂബ് ഈക്വൽ ടു 0 എക്സ് ക്യൂബ് 0 ആവാനുള്ള എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഒരു ടേം 0 ആവണമെന്നുണ്ടെങ്കിൽ എക്സിന് എടുക്കാവുന്ന വാല്യൂ ഏതാ 0 ആയെങ്കിൽ മാത്രമേ ഉള്ളൂ എക്സ് 0 ആയെങ്കിൽ മാത്രമേ ഉള്ളൂ എക്സ് ക്യൂബ് 0 ആവുള്ളൂ സോ എക്സ് ഇസ് ഈക്വൽ ടു 0 അതായത് ഇവിടുത്തെ അറ്റ്മോസ്റ്റ് 3 zeros ഒക്കർ ചെയ്യുമെന്ന് പറഞ്ഞു മാക്സിമം 3 zeros ആണ് പക്ഷേ അപ്പോൾ അത് 1 ആവാം അല്ലെങ്കിൽ നമ്പർ ഓഫ് സീറോസ് 2 ആവാം അല്ലെങ്കിൽ മാക്സിമം 3യുടെ മുകളിലേക്ക് പോവില്ല പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്നത് only 1 0 അതായത് തന്നിരിക്കുന്ന പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് എന്ന് പറയുന്ന പോളിനോമിയൽ ഒരു 0യെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ അത് ഏതാണ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് തന്നെയാണ് ക്യൂബിക് പോളിനോമിയലിനകത്ത് നിന്ന് സീറോസ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും എക്സാമിന് ചോദിക്കില്ല അത് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എഴുതിയിട്ടുണ്ട് നോട്ട് ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്ന് എഴുതിയിട്ടുണ്ട് ഈ ക്യൂബിക് പോളിനോമിയലിൻ്റെ കേസിൽ അപ്പോൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ അധികം വരില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് പോളിനോമിയൽസിൻ്റെ ബേസിക് ആയിട്ടുള്ള അതായത് ഡിഗ്രി ഓഫ് ദ പോളിനോമിയൽ അതിനെ വെച്ചിട്ട് ഓരോ പോളിനോമിയലിനെയും നെയിം ചെയ്തിരിക്കുന്നത് ഡിഗ്രി 1 ആണെങ്കിൽ ലീനിയർ പോളിനോമിയൽ 2 ആണെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽ ഡിഗ്രി 3 ആണെങ്കിൽ ക്യൂബിക് പോളിനോമിയൽ ഇതിന് മുകളിലേക്കും ഡിഗ്രി വരുന്നതനുസരിച്ച് പോളിനോമിയലിൻ്റെ പേരുണ്ട് പക്ഷേ നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത് ഈ 3 എണ്ണമാണ് അതുകൊണ്ടാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രാഫ് അതായത് ലീനിയർ പോളിനോമിയൽ വരുമ്പോഴേക്കും അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രാഫ് എങ്ങനെയാണ് വരുന്നത് ക്വാഡ്രാറ്റിക് വരുമ്പോൾ അതിൻ്റെ ഗ്രാഫ് എന്താണ് വരുന്നത് അതിൻ്റെ അകത്തുനിന്ന് ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് സീറോസ് എങ്ങനെ കണ്ടുപിടിക്കാം അതാണ് അടുത്ത സെക്ഷൻ്റെ അകത്ത് വരുന്നത് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിടുന്ന പുതിയ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക